प्रकाश पुंज का ये भंडार, हम आत्मा यही पे रहते, यही हमारा है संसार। वैकुंठवासी है हम, ताज तख्त तिलक के देवकुल के हैं ओम शांति। ശുഭാവൊക്കെ യാദ് ഹെ? മുരളി ഡേറ്റ് 8/12/2021. ഇന്നത്തെ മഹാവാക്യത്തിൽ ബാബ സംഗമയുഗി ജീവിതത്തിൻ്റെ മഹത്വം, സമയത്തിൻ്റെ വാല്യൂ, ഈ ജന്മത്തിൻ്റെ വിലയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. കൽപ്പത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും ശേഖരിക്കേണ്ട സമയമാണ് സംഗമയുഗം. അതിന് ആധാരമാണ് നമ്മുടെ ഈ ജന്മം. അതുകൊണ്ട് തന്നെ ബാബ പറഞ്ഞു തരികയാണ്, ഈ ജന്മത്തിൽ ഓരോരോ ശ്വാസവും വളരെയധികം വിലപിടിപ്പുള്ളതാണ്. ഈ ലോകത്ത് ഒന്നിനെ കൊണ്ടും അതിന് മൂല്യം കെട്ടാൻ പറ്റുകയില്ല. അതുകൊണ്ട് ശ്വാസം സഫലമാക്കണം. ഒരു ശ്വാസം പോലും വ്യർത്ഥമാകരുത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ബാബ എന്തെല്ലാം കാര്യങ്ങളാണ്
നമ്മുടെ ഈ ജന്മത്തെ, അവസാന ഈ ജന്മത്തെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാക്കുന്നത് ശ്രദ്ധിക്കാം. മുരളി സാരം, मीठे बच्चे संगम की इन अमूल्य घड़ियों में श्वासोश्वास बाप को याद करो, तुम्हारी एक भी श्वास व्यर्थ ना जाए. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സംഗമയുഗത്തിൻ്റെ ഈ അമൂല്യ നിമിഷങ്ങളിൽ ശ്വാസോശ്വാസം ബാബയെ ഓർമ്മിക്കണം. നിങ്ങളുടെ ഒരു ശ്വാസം പോലും വ്യർത്ഥമാകരുത്. നിങ്ങളുടെ ഒരു ശ്വാസം പോലും വ്യർത്ഥമാകരുത്. प्रश्न, इस समय तुम्हारा मनुष्य जीवन बहुत बहुत वैल्यूबल है कैसे? ഈ സമയം നിങ്ങളുടെ ഈ മനുഷ്യ ജീവിതം വളരെ അധികം വാല്യുബിൾ ആണ്. എങ്ങനെയാണ് നമ്മുടെ ഈ സമയത്ത് ഈ ജീവിതം അത്രയധികം വിലയേറിയത്? അതിനെക്കുറിച്ച് ബാബ ചോദിക്കാൻ. उत्तर, इस जीवन में तुम बाप के बच्चे बन बाप से पूरा वर्षा लेते हो. ഈ ജീവിതത്തിൽ നിങ്ങൾ കുട്ടികൾ ബാബയുടെ മക്കളായി മാറി ബാബയിൽ നിന്നും പൂർണ്ണമായും സ്വത്തെടുക്കുന്നു. ഈ ജീവിതത്തിൽ നിങ്ങൾ കുട്ടികൾ ബാബയുടെ മക്കളായി മാറി ബാബയിൽ നിന്നും പൂർണ്ണമായും സ്വത്തെടുക്കുന്നു. इसी मनुष्य तन में पुरुषार्थ कर तुम कौड़े से हीरे जैसा बनते हो. ഈ മനുഷ്യ ശരീരത്തിൽ പുരുഷാർത്ഥം ചെയ്ത് നിങ്ങൾ കക്കയിൽ നിന്നും വജ്രതുല്യമായി മാറുകയാണ്. ഈ മനുഷ്യ ശരീരത്തിലൂടെ പുരുഷാർത്ഥം ചെയ്ത് നിങ്ങൾ കക്കയിൽ നിന്നും വജ്രതുല്യമായി മാറുകയാണ്. बेगर से प्रिंस, इनसॉल्वेंट से 100% സോൾവെന്റ് ബൻതേ ഹോ. യാചകനിൽ നിന്നും രാജകുമാരനും ഇൻസോൾവെന്റ് അതായത് അസമ്പന്നരിൽ നിന്നും 100% സമ്പന്നരായി മാറുകയും ചെയ്യുന്നു. इसलिए तुम्हें इस समय को व्यर्थ नहीं गवाना. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ ഒരിക്കലും വ്യർത്ഥമാക്കരുത്. हर श्वास बाप की याद में रहकर सफल करना. ഈ സമയം തൻ്റെ ഓരോരോ ശ്വാസത്തെയും ബാബയുടെ ഓർമ്മയിൽ കൂടി സഫലമാക്കണം. കർമ്മ കർത്തേ ബി യാദ് മേ രഹന. കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയിലായിരിക്കണം. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതം, ഈ മനുഷ്യ ജീവിതം വളരെ വാല്യുബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശ്വാസം പോലും നമ്മൾ എന്ത് ചെയ്യരുത്, വ്യർത്ഥമാക്കരുത്. അതിനെ സഫലമാക്കാനുള്ള വിധി ബാബ പഠിപ്പിച്ചത് എന്താണ്? എല്ലാ സമയത്തും ബാബയെ ഓർമ്മിക്കുക. ഓർമ്മയിൽ കൂടി സഫലമാകും. കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മിക്കുക. കാരണം ഈ ജന്മത്തിൽ തന്നെയാണ് കക്കയ്ക്ക് തുല്യമായ നമ്മൾ വജ്രസമാനരായി മാറുന്നു. അസമ്പന്നരായ നമ്മൾ സമ്പന്നരായി മാറുന്നു. യാചകരായ നമ്മൾ രാജകുമാരന്മാരായി മാറുകയാണ്. ഗീത് യേ വക്ത് ജാ രഹാ ഹേ കിസ്കേ ലിയേ റുകേ ഹോ. ഈ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കാത്തിരിപ്പ്? ഓം ശാന്തി. ये जो इस समय मनुष्य का जीवन है, इनको अमूल्य कहा जाता है. बच्चे भी समझते और बाप भी समझाते कि तुम्हारा अंतिम मनुष्य का जन्म है, ये बहुत वैल्यूबल है. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ഈ സമയത്ത് നിങ്ങളുടെ മനുഷ്യ ജീവിതം വളരെ അധികം അമൂല്യമെന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് മക്കൾക്കും അറിയാം. അതുപോലെ ബാബയും കൂടി മനസ്സിലാക്കി തരാണ്, മക്കളെ നിങ്ങളുടെ ഈ അന്തിമ മനുഷ്യ ജന്മം വളരെയധികം വാല്യുബിളാണ്. ഇൻകാ മൂല്യ കൊയ് കർ നഹീ സക്ത. എത്രമാത്രം വാല്യുബിൾ ആണ് എന്നതിനെക്കുറിച്ച് ആർക്കും ഇതിന് മൂല്യം നിശ്ചയിക്കാൻ സാധ്യമല്ല.
वैसे टाइम भी बहुत വാല്യുബിൾ है. നമ്മുടെ ഈ മനുഷ്യ ജന്മം വാല്യുബിൾ എന്നതുപോലെ തന്നെ ഈ സമയം കൂടി വളരെയധികം വാല്യുബിൾ ആണ്. तुम बच्चे जानते अब कौड़े से हीरे जैसा व बेगर से प्रिंस इन सॉल्वेंट से 100% सॉल्वेंट बन रहे हो. ഈ സമയത്തിൻ്റെ മഹത്വം എന്താണ്? ബാബ മനസ്സിലാക്കി തരണ ഈ സമയമാണ് നമ്മൾ കുട്ടികൾ ആരായി മാറുന്നത്? കക്കയ്ക്ക് തുല്യരായ നമ്മൾ വജ്രത്തിന് തുല്യരായി മാറുന്നു. യാചകരായ നമ്മൾ രാജകുമാരന്മാരായി മാറുന്നു. असंपन्नरिल निन्नुम 100% संपन्नराई मारिकोंडिरिक्कान. ये तुम्हारा मनुष्य तन बहुत वैल्यूबल है जबकि बाप के बच्चे बने हो. इनी നമ്മുടെ ഈ ശരീരം എപ്പോൾ മുതൽ ബാബയുടെ കുട്ടിയായോ അന്ന് മുതൽ ഇത് വളരെയധികം വാല്യുബിൾ ആയി മാറി. और मनुष्यों का वैल्यूबल नहीं है. മറ്റു മനുഷ്യരുടെ ശരീരം വാല്യുബിൾ ആണോ? അല്ല. ബാബ പറയണം മറ്റുള്ളവരുടെ മനുഷ്യ ജീവിതമാകട്ടെ അഥവാ മനുഷ്യ ശരീരമാകട്ടെ, ബാബ പറയണം നിങ്ങൾ മക്കളുടേത് അത്രത്തോളം വാല്യുബിൾ ആകുന്നില്ല. തും ബച്ചോं को इस समय अपना श्वास व्यर्थ नहीं गवाना चाहिए. അപ്പോൾ ബാബ മക്കളോട് പറയാണ്, ഈ സമയത്ത് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഈ ജന്മം വളരെയധികം വാല്യുബിളാണ്. അതുകൊണ്ട് തന്നെ ബാബ പറയുന്നത് നിങ്ങളുടെ ഒരു ശ്വാസം പോലും വ്യർത്ഥമാക്കി കളയരുത്. कैसे सफल करना चाहिए सो तो बाप समझाते हैं. എങ്ങനെയാണ് നമ്മുടെ ഈ ജീവിതത്തെ സഫലമാക്കേണ്ടത് അഥവാ സമയത്തെ സഫലമാക്കേണ്ടത് അതും കൂടി ബാബ മനസ്സിലാക്കി തരാണ്. ശ്വാസോ ശ്വാസി യാദ് കറോ ബാപ്കോ. എങ്ങനെയാണ് സഫലമാക്കാൻ വേണ്ടി ബാബ പറഞ്ഞു തരുന്നത്? ഓരോരോ ശ്വാസത്തിലും ആരെ ഓർമ്മിക്കണം? ബാബയെ ഓർമ്മിക്കണം. മനുഷ്യ ഭക്തി മാർഗമേ തോ അനേക പ്രകാർ കെ സിമരൻ കർത്തേ ഹൈ. ഭക്തി മാർഗത്തിൽ മനുഷ്യൻ അനേക പ്രകാരത്തിലുള്ള ഓർമ്മ അഥവാ സ്മരണകൾ ചെയ്യാറുണ്ട്. वो है अनेकों की व्यभिचारी याद. तुम बच्चे एक के सिवा और किसी को याद नहीं करते हो. ഭക്തി മാർഗത്തിൽ ബാബ പറയുന്ന അനേകരെ ഓർക്കാറുണ്ട്. എന്നാൽ അതൊക്കെ വ്യഭിചാരി ഓർമ്മയാണ്. ഇവിടെ ബാബ പറയുന്ന നിങ്ങൾ കുട്ടികൾ ഒരു ബാബയല്ലാതെ മറ്റാരെയും തന്നെ ഓർക്കുന്നില്ല. സമസ്തേ ഹോ ഹമാരാ ശ്വാസ വ്യർത്ഥ നാ ജായ്. കാരണം നിങ്ങൾ കുട്ടികൾക്ക് ആ ബോധമുണ്ട്, നമ്മുടെ ഒരു ശ്വാസം പോലും വ്യർത്ഥമായി പാഴാകരുത്. ശ്വാസോ ശ്വാസ കോശിഷ് കർ ബാബക്കോ യാദ് കർണ. അതുകൊണ്ട് നമ്മുടെ പുരുഷാർത്ഥം എന്തായിരിക്കണം? വളരെയധികം പ്രയത്നിച്ച് ശ്വാസോശ്വാസം ബാബയെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അഭ്യാസം ചെയ്യണം. ऐसे डायरेक्शन मिलते ही इसमें कोई जाप आदि नहीं करना. ഇതാണ് ബാബയിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഡയറക്ഷൻ. അല്ലാതെ ബാബ പറയുന്ന ജപിക്കുക അല്ല, ബാബ 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 എന്ന് ജപിക്കുക അല്ല. പകരം എന്ത് ചെയ്യണം? ബാബ പറഞ്ഞു തരണം, ഓരോ ശ്വാസത്തിലും നമ്മൾ ആരെ ഓർമ്മിക്കണം? മനസ്സും ബുദ്ധി കൊണ്ട് ആരെ ഓർമ്മിക്കുക? ബാബയെ ഓർമ്മിക്കുക. ഹമാരാ സ്വധർമ്മ ഹി ഹെ ആവാസ് സെ പരേ രഹന. ഈ ശരീർ ദ്വാര ഹം പാർട്ട് ബച്ചാത്തി ഹം. കാരണം നമ്മുടെ സ്വധർമ്മം തന്നെയാണ് ശബ്ദത്തിൽ നിന്നും വേറിട്ടിരിക്കുക, ശബ്ദത്തിൽ നിന്നും ഉപരിയായി പോവുക. അപ്പോൾ ഈ ശരീരത്തിലൂടെ നമ്മൾ പാർട്ട് അഭിനയിക്കുകയാണ്. ആത്മാ അസുൽ ശാന്തിധാം കി രഹനെ വാലി ഹെ. യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാക്കൾ ശാന്തിധാമ നിവാസിയാണ്. ये भी हमारे सिवाय कोई कह ना सके कि हम असल शांतिधाम के रहने वाले हैं. അപ്പോൾ ബാബ പറയണ, ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കറിയാം നമ്മൾ ഈ ശബ്ദത്തിൽ നിന്ന് ഉപരിയായിരിക്കുന്ന ലോകം, അതായത് ശാന്തിധാമ നിവാസിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാക്കളുടെ സ്വധർമ്മം കൂടി എന്താണ്? ശബ്ദത്തിൽ നിന്നും ഉപരി ശാന്തസ്വരൂപം. അതുകൊണ്ട് ബാബ പറയണ, മുഖം നിശബ്ദമാക്കിക്കൊണ്ട് മനസ്സും ബുദ്ധി കൊണ്ട് ആരെ ഓർമ്മിക്കണം? ബാബയെ ഓർമ്മിക്കുക. എന്നാൽ ബാബ പറഞ്ഞു തരണ, നിങ്ങൾ കുട്ടികൾക്കല്ലാതെ ലോകത്തിൽ മറ്റാർക്കും തന്നെ അറിയുന്നില്ല ആത്മാക്കളായ നമ്മൾ ശാന്തിധാമ നിവാസികളാണെന്ന്. कोई पूछे तुम कहाँ के रहने वाले हो तो तुम कहेंगे हम आत्मा तो शांति धाम की रहने वाली है.
ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ താമസം എവിടെയാണ്, നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, ഞാൻ ആത്മാവാണെന്നും ശാന്തിധാമ നിവാസിയാണെന്നും. ബാക്കി യഹാ കെ ലിയെ പൂछते हो तो यहाँ हम फलानी जगह रहने वाली है. പിന്നെ അവരോട് ഇതും പറയണം, ഈ സ്ഥൂല ലോകത്തിലെ അഡ്രസ്സാണോ നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന അഡ്രസ്സിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റും. ശാന്തി ധാം സെ യഹാ ആക്ക് ശരീരിലേക്ക് പാട്ട് ബച്ചാന ഹി ഹെ. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ശാന്തിധാമ നിവാസിയായിരിക്കുന്ന നിങ്ങൾ ആത്മാക്കൾ ഈ സൃഷ്ടിയിൽ വന്ന് പാർട്ട് അഭിനയിക്കേണ്ടതായിട്ട് വരും. അഭി യഹി ഇസ് മൃത്യുലോക കാ അന്തിം ജന്മ, इसमें श्वास व्यर्थ नहीं गवाना चाहिए. ബാബ പറഞ്ഞു തരുന്ന ഈ മൃത്യുലോകത്തിൽ ഇപ്പോൾ നിങ്ങളുടെ അന്തിമ ജന്മമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഒരു ശ്വാസം പോലും നിങ്ങളുടേത് വ്യർത്ഥമാകരുത്. वो लोग बहुत फास्ट रखते हैं. ഭക്തിമാർഗത്തിൽ ഏതെല്ലാം പ്രകാരത്തിലുള്ള വ്രതങ്ങളാണ് അവർ അനുഷ്ഠിക്കുന്നത്. उनको कहना है क्योंकि तुम टाइम वेस्ट करते हो. നിങ്ങൾ അവരോട് പറയേണ്ടതായി വരും, ഈ ചെയ്യുന്നതെല്ലാം സമയത്തെ വ്യർത്ഥമാക്കുന്നതാകുന്നു. ഇസേ ഓഞ്ചേത്തെ ഓഞ്ച് ബാപ്കോ യാദ് കർ. സ്ഥൂലമായ രൂപത്തിൽ വ്രതം കാര്യങ്ങൾ എടുക്കുന്നതെല്ലാം വ്യർത്ഥമാവുകയാണ്, സമയത്തെ പാഴാക്കുകയാണ്. പകരം നിങ്ങൾ എന്ത് ചെയ്യൂ, ശ്രേഷ്ഠാതി ശ്രേഷ്ഠനായിരിക്കുന്ന ബാബയെ ഓർമ്മിക്കുക. ये भी तुम जैसे जीवघात करते हो आत्मघात नहीं कहेंगे क्योंकि आत्मा का घात कभी नहीं होता. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് ശരീരഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. സത്യത്തിൽ ബാബ പറഞ്ഞു തരണ ആത്മഹത്യ നടക്കുന്നില്ല, കാരണം ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. കഹാ ജാത ജീവ് ഗാത്തി മഹാപാപി. അതുകൊണ്ട് തന്നെ പറയുന്നു, ശരീരത്തെ ഹത്യ ചെയ്യുകയാണെങ്കിൽ അത് മഹാപാപമാണെന്ന്. അതിന് ഇവിടെ ജനങ്ങൾ എന്താ പറയുക, ആത്മഹത്യ എന്ന് പറയും. ബാബ പറഞ്ഞ ആത്മാവിനെ ഹത്യ ചെയ്യാൻ പറ്റുകയില്ലല്ലോ, ആത്മാവിനാശിയാണ്. ഈ സമയം അപ്നെ ശരീർ കോ തക്ലീഫ് ദേനാ യേ ഭി തോ മഹാപാപ്. മറ്റൊരാളുടെ ശരീരത്തിന് ഏതുപോലെ ഉപദ്രവിക്കുന്നു എങ്കിൽ അത് തെറ്റാണ്, കുറ്റകരമാണ്. അതുപോലെ തന്നെ ബാബ പറയുന്ന സ്വന്തം ശരീരത്തിന് ഉപദ്രവം കൊടുക്കുക, അതിനെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാപാപമാണ്. तुम कह सकते हो कि इस समय तुम महान पुण्यात्मा बन सकते हो इस पुरुषार्थ से. അപ്പോൾ അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ഈ ശരീരത്തിന് ഇത്തരത്തിൽ തൃശൂലം കുത്തിക്കയറ്റുക അഥവാ ശയന പ്രദർശനം ചെയ്യുക, അപ്പോൾ പല രീതിയിലുള്ള ഉപദ്രവങ്ങളും ശരീരത്തിന് കൊടുക്കുമ്പോൾ അത് മഹാപാപമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ബാപ്പൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മൾ മഹാൻ പുണ്യാത്മാക്കളായി മാറാൻ സാധിക്കും ഈ പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ. ഏത് പുരുഷാർത്ഥം? അതായത് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ. ഉനോങ്കോ തോ യേ പതാ നഹീ കി ബാപ് യഹാ ആയാ ഹുവാ ഹേ, യേ ബാപ് ദാദാ ഹേ ന. കാരണം ഇന്ന് ലോകത്തുള്ള മനുഷ്യർക്ക് അറിയുന്നില്ലല്ലോ ബാബ വന്നിരിക്കുകയാണെന്നുള്ളത്. ഇപ്പോൾ സാകാര ശരീര മാധ്യമത്തിൽ നിരാകാരനായിരിക്കുന്ന ബാബ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ ബാപ്ദാദയാണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ല. ഇവർക്ക് കാണുമ്പോൾ ഒരു വൃദ്ധശരീരമാണല്ലോ, ഇവരാണോ നിങ്ങളുടെ ഗുരു എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. പക്ഷെ നമുക്കറിയാം ഈ ശരീരത്തിൽ ആരാണ് അവതരിക്കുന്നത്, പരക്കായ പ്രവേശം ചെയ്യുന്നത് ശിവബാബയാണ്. ജ്യോതി ജഗാലോ ഹോഗാ ദൂർ അന്ധേരാ. शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा.
ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ശിവബാബ ബ്രഹ്മദാദ, അതായത് ശിവബാബ അച്ഛനും ആരുടെ ശരീരത്തിലാണ് വന്നിരിക്കുന്നത്? ബ്രഹ്മബാബയുടെ ശരീരത്തിൽ. അപ്പോൾ ബ്രഹ്മബാബു നമ്മുടെ മൂത്ത സഹോദരനാണ്, അതുകൊണ്ടാണ് ബാപ്പ് ദാദ എന്ന് വിളിക്കുന്നത്. പ്രജാപിത ബ്രഹ്മ തോ മഷഹൂർ ഹെ, വോ തോ കഹ സക്തേ ഹെ ന കി പ്രജാപിത ബ്രഹ്മ തോ മഷഹൂർ ഹെ. പ്രജാപിത ബ്രഹ്മ എന്നുള്ള നാമത്തിൽ വളരെയധികം പ്രസിദ്ധമാണ്. വോ തോ കഹ സക്തേ ഹെ ന കി ക്യൂ ഐസ വാല്യുബിൾ ശരീർ കാ ഘാത് കർത്തേ ഹോ. അപ്പോൾ അവർക്ക് പറഞ്ഞെടുക്കാൻ പറ്റുമല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും അധികം വില പിടിപ്പുള്ള, അതായത് ഇത്രയധികം അമൂല്യമായ ശരീരത്തെ ഹത്യ ചെയ്യുന്നതെന്ന്. इससे तो मन मनाबो, बाप को याद करो तो ജീവൻ മുക്തി മിലേഗി. ശരീരത്തിനെ ഹത്യ ചെയ്യുന്നതിന് പകരം മന്മനാഭവരാകൂ, ഒരു ബാബയെ തന്നെ ഓർമ്മിക്കൂ, അപ്പോൾ ജീവൻ മുക്തി പ്രാപ്തമാകും. അഥവാ കൊയ് ദ്വാര മെസ്സേജ് ബി ഭേജ് സക്തേ ഹോ, അഥവാ നിങ്ങൾ അവർക്ക് ആരിലെങ്കിൽ ത്രൂ അവരിലേക്ക് ബാബയുടെ സന്ദേശം എത്തിക്കാൻ കഴിയും. ദഹ്ലി വാലെ ബच्चे भी भेज सकते हैं कि इस समय ये दुनिया बदल रही है, इस पुरुषार्थ से तुमको जीवन मुक्ति मिल सकती है. അപ്പോൾ ബാബ പറയുന്ന ഡൽഹിയിലുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് അത്തരത്തിലുള്ള സന്ദേശം എത്തിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ കാണുന്നില്ല ഹിമാലയ പർവ്വതങ്ങളിലൊക്കെ വിവസ്ത്രധാരികളായിട്ട് കഠോര തപസ് ചെയ്യുന്നതൊക്കെ. അതുപോലെ പല വിധികളും അവർ അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ബാബ പറയുന്ന അവർക്ക് നിങ്ങൾ ഈ സന്ദേശം എത്തിക്കുക. ഈ ലോകം ഇപ്പോൾ മാറാൻ പോവുകയാണ്, പരിവർത്തനപ്പെടാൻ പോവുകയാണ്. ഇസ് പുരുഷാർത്ഥ സേ തുമക്കോ ജീവൻ മുക്തി മിൽ സക്തി ഹെ. അപ്പോൾ ഈ പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവൻ മുക്തി ലഭിക്കാൻ കഴിയും എന്ന സത്യത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ദേഖ്തേ ഹോ സാമനെ മഹാഭാരത് ലഡായി ബി ഹെ. അവരോട് പറയാ, കാണുന്നില്ലേ നമ്മുടെ മുന്നിൽ തന്നെ മഹാഭാരത യുദ്ധം നിൽക്കുന്നു. ഇസ്ലിയേ बच्चों को एक भी श्वास वेस्ट नहीं करना चाहिए. അപ്പോൾ ബാബ മക്കൾക്ക് അറ്റൻഷൻ നൽകുകയാണ്, അതായത് മഹാഭാരത മുന്നിൽ നിൽക്കുകയാണ് യുദ്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തെ പോലും ഒരു ശ്വാസത്തെ പോലും നിങ്ങൾ പാഴാക്കരുത്. സാരാ കൽബ് സീഡി നീച്ചെ ഉത്തർത്തെ ഉത്തർത്തെ ഏകദം തമോപ്രധാൻ ബൻ ഗൈ. നോക്കൂ, മുഴുവൻ കൽപ്പത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്വദർശനം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏണിപ്പടികൾ ഇറങ്ങി ഒറ്റയടിക്ക് തമോപ്രധാന അവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ സതോപ്രധാനരായി മാറണം. അതിനുവേണ്ടി പുരുഷാർത്ഥം നമ്മൾ ചെയ്യണം. അപ്പോൾ ബാബ പറയുന്ന അത്ര എളുപ്പമല്ല, കാരണം ഇത് എളമയുടെ വീടല്ല. ജനക്കോ ഏക് സെക്കൻഡ് മേ ജീവൻ മുക്തി കൈസേ മിലേ. ഗായനമുണ്ടല്ലോ, ജനക മഹാരാജാവിന് ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിച്ചു എന്ന്. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, എങ്ങനെയാണത് നേടിയത്? वो भी तुम जानते हो लिख सकते हो जीवन मुक्ति एक सेकंड में बिना कौड़ी खर्च मिल सकती है. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ രഹസ്യം എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാനും കഴിയും. ഒരു ചില്ലിക്കാശിൻ്റെ പോലും ചെലവില്ലാതെ എങ്ങനെയാണ് ജീവൻ മുക്തി നേടാൻ കഴിയുക എന്നുള്ളത്, ഒരു സെക്കൻഡിൽ എങ്ങനെയാണ് ജീവൻ മുക്തി പ്രാപ്തമാക്കാൻ കഴിയുക എന്നുള്ളത് ബാബ പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ये मृत्युलोक का लास्ट जन्म है, अमर लोक में है जीवन मुक्ति, मृत्युलोक में है ജീവൻ ബന്ധൻ. അപ്പോൾ ബാബ പറയുന്ന ഈ മൃത്യുലോകത്തിൽ നിങ്ങളുടേത് ഇത് അവസാനത്തെ ജന്മമാണ്. അപ്പോൾ അമരലോകത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? ജീവൻ മുക്ത അവസ്ഥയിലായിരുന്നു. മൃത്യുലോകത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ബന്ധനമാണ്. ये भागवत में भी गाया हुआ, ये भी एक कहानी बना दी है कि जनक को ज्ञान देने वाला कोई मिल ना सका. അതായത് ബാബ പറയുന്നത് ഇതൊക്കെ ഭാഗവതത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്.
ഒരു കഥയും അതിൻ്റെ ആധാരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ജനകന് ജ്ഞാനം കൊടുക്കാൻ അത്ര പ്രാവീണ്യത മറ്റാർക്കും ഉണ്ടായിരുന്നില്ല എന്ന്. परमपिता परमात्मा ब्रह्मा द्वारा ज्ञान देते हैं, इसको ही ब्रह्मज्ञान कहा जाता. അതായത് പരമാത്മാവ് ബ്രഹ്മാവിൽ കൂടിയാണ് ജ്ഞാനം നൽകിയത്. ഇതിനെ തന്നെയാണ് ബ്രഹ്മജ്ഞാനം എന്നറിയപ്പെട്ടത്. ബ്രഹ്മാ കോ ഭി ജറൂർ കിസിനെ ദിയാ ഹോഗാ ന. ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോഴും ബാബ പറയുന്ന ബ്രഹ്മാവിനും മറ്റാരെങ്കിലും ജ്ഞാനം നൽകിയിട്ടുണ്ടാകണമല്ലോ. ജ്ഞാൻ സാഗർ തോ പരംപിത പരമാത്മാ ഹെ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്, ജ്ഞാനസാഗരൻ എന്ന് പറയുന്നത് പരംപിത പരമാത്മാവാണ്. ആ ജ്ഞാനസാഗരനായിരിക്കുന്ന പരമാത്മാ വന്ന് ബ്രഹ്മാവിൽ കൂടിയാണ് ജ്ഞാനം നൽകിയത്. ത്രിമൂർത്തി ചിത്രദ്വാര തും അച്ചി തര സംജാ സക്തേ ഹോ. ഇത് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റണം. ഏത് ചിത്രത്തിൻ്റെ ആധാരത്തിൽ? ത്രിമൂർത്തി ചിത്രത്തിൻ്റെ ആധാരത്തിൽ ബാബ പറഞ്ഞ് ഇതിനെ സ്പഷ്ടീകരിച്ചു കൊടുക്കണം. कोई भी अंदर आते तो उनसे पूछो कोई पढ़ा क्या लिखा हुआ है. कोई भी अंदर आते तो उनसे पूछो बोर्ड पढ़ा क्या लिखा हुआ है. ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ സെൻട്രലാകട്ടെ അതോ എക്സിബിഷൻ ഗ്രൗണ്ടിലാകട്ടെ, അവരോട് ചോദിക്കണം, നിങ്ങൾ ഇങ്ങോട്ട് കയറുന്ന മുമ്പ് ബോർഡ് വായിച്ചിരുന്നോ? അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ബി കെ പ്രജാപിത ബ്രഹ്മ കെ ബച്ചേ ടെഹരെ. അതായത് പ്രജാപിത ബ്രഹ്മകുമാരീസ് എന്നാണല്ലോ ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പം അതിൽ ബ്രഹ്മകുമാർ കുമാരീസ് ആരുടെ മക്കളാണ്? പ്രജാപിത ബ്രഹ്മാവിൻ്റെ മക്കളാണ്. പ്രജാപിത കോ സിർഫ് കുമാരിയാ ഹി ഹോഗി ക്യാ? അതിൽ പ്രജാപിത ബ്രഹ്മകുമാരീസ് എന്നല്ലേ ബോർഡ് വരിക. സ്വാഭാവികമായിട്ട് ചോദ്യം വരും. അപ്പം അവരോട് ചോദിക്കണം, കേവലം പ്രജാപിതാവിന് കുമാരിമാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? ജറൂർ കുമാർ ബി ഹോങ്കി. കുമാരിമാരുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആരുണ്ടാകും? ബ്രഹ്മകുമാരന്മാരും ഉണ്ടാകും. തോ ഹമാരി യെ ഫാമിലി ഹോ ഗയി. അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു കുടുംബമായി. ബ്രഹ്മ ബാപ് ഹെ, ബ്രഹ്മ കിസ്ക ബച്ച ഹെ. അതായത് ബ്രഹ്മാവ് അച്ഛനാണ് ബ്രഹ്മകുമാരന്മാരുടെയും കുമാരിമാർ, അതായത് പ്രജകളുടെ പിതാവാണ്. എന്നാൽ ബ്രഹ്മാവ് ആരുടെ പുത്രനാണ്? അല്ലേ, ബ്രഹ്മാവിനും ഒരു അച്ഛനുണ്ടാവുമല്ലോ, സൃഷ്ടാവ് ഉണ്ടാകും. അപ്പം അവരുടെ പേരാണ് ശിവൻ, അതായത് ശിവബാബ. ഇൻ ദ്വാര സ്ഥാപന കർ രഹേ. ഇപ്പം നിരാകാരനായിരിക്കുന്ന ശിവബാബ ബ്രഹ്മാവിൽ കൂടിയാണ് സ്ഥാപനയുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ये फैमिली की फैमिली भी है, പാഠശാല की പാഠശാല भी है. അതുകൊണ്ട് ബാബ പറഞ്ഞു തരണേ, ഇത് കുടുംബങ്ങളുടെയും കുടുംബമാണ്. അതേസമയത്ത് പാഠശാലയുടെയും പാഠശാല, വിദ്യാലയങ്ങളിൽ വെച്ച് വിദ്യാലയമാണിത്. സർവക സദ്ഗതി ദാത്ത തോ ഏകി ബാപ് ഹെ. കാരണം എന്താ? സർവരുടെയും സദ്ഗതി ദാത്താവാരാണ് ഒരേ ഒരു ബാബ തന്നെ. വഹി യെ ദുനിയ സ്ഥാപൻ കർ രഹേ ഹെ. അപ്പം അതേ ബാബ തന്നെയാണ് ഈ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. तो ज़रूर डेविल वर्ल्ड ख़त्म होगा, राइस और फॉल भारत का होता है. ഇപ്പോൾ തീർച്ചയായിട്ടും പുതിയ ലോകം സ്ഥാപിക്കപ്പെടുമ്പോൾ ആസുരീയ ലോകത്തിൻ്റെ നാശം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഭാരതത്തിൻ്റെ ഉത്ഥാനവും ഭാരതത്തിൻ്റെ പതനവുമെന്ന്. भारत ही हेवन से हेल एकदम ऊंचे से नीचे बनता. ഹെവൻ മാന നെയ് ദുനിയ. അതായത് ഭാരതം ഏതാണോ സ്വർഗമായിരുന്നത് അത് ഒറ്റടിക്ക് താഴോട്ട് പതിക്കും, അതായത് നരകമായി മാറും. അപ്പോൾ സ്വർഗം എന്ന് പറയുമ്പോൾ, ഹെവൻ എന്ന് പറയുമ്പോൾ അത് പുതിയ ലോകമായിരുന്നു. ബുദ്ധിവാൻ ജോ ഹോങ്കെ വോ സംജേങ്കെ ബരോബർ ആദി സനാതൻ ദേവി ദേവത ധർമ്മത്ത. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴും ആരാണോ ബുദ്ധിവാന്മാരായിരിക്കുന്നത് അവർ മനസ്സിലാക്കും തീർച്ചയായിട്ടും ഈ സൃഷ്ടിയിൽ ആദിസനാഥന ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു എന്ന്. तुम लिखते भी हो कि डीटिज्म कैसे स्थापन हो रहा है, एक सेकेंड में जीवन मुक्ति कैसे मिलती है, आकर समझो. അതുകൊണ്ട് ബാപ്പൻ അത്തരത്തിൽ എഴുതി വെക്കണം. അതായത് ഡിറ്റിസം എങ്ങനെയാണ്, ദൈവിക സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനം എങ്ങനെയാണ് നടക്കുന്നത്, ഒരു സെക്കൻഡിൽ എങ്ങനെയാണ് ജീവൻ മുക്തി നേടാൻ കഴിയുക, ഇത് നിങ്ങൾ വന്ന് മനസ്സിലാക്കൂ. ആ രീതിയിൽ നിങ്ങൾ ബോർഡ് എഴുതി വെക്കണം.
अब ये पुरानी दुनिया है, ये बदलकर नई दुनिया बन रही है. ഇപ്പോഴിത് പഴയ ലോകമാണ്, ഇത് പരിവർത്തനപ്പെട്ട് പുതിയ ലോകമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാബ പറയുന്ന ഈ അന്തിമ ജന്മം വളരെയധികം വാല്യുബിളാണ്. ഇൻകാ ബഹുത് മഹത്വ. അതുകൊണ്ട് ഈ ജന്മത്തിന് എന്തുണ്ട്, വളരെയധികം മഹത്വമുണ്ട്. जबकि हम बाबा से वर्षा लेता और आदि सनातन देवी देवता धर्म वाले ही आकर वर्षा लेंगे. അതായത് എപ്പോഴാണോ നമ്മൾ ബാബയുടേതാകുന്നത്, അപ്പോൾ ബാബയിൽ നിന്ന് നമ്മൾ സ്വത്തെടുക്കും. അതിലും ബാബ പറയുന്ന ആരാണ്, ആദി സനാതന ദേവീ ദേവത ധർമ്മത്തിൽപ്പെട്ടവർ ആത്മാക്കൾ വന്ന് സ്വത്തെടുക്കും. ഒരു പക്ഷെ അവരെടുക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, അവർ 84 ജന്മങ്ങളിൽ വരാത്തവരാണ്. അതായത് അവർ സൂര്യവംശത്തിൽ വരാത്തവരാണ്. പിച്ചാടിമേ ആയെങ്കിൽ അവർ സ്വർഗത്തിൽ വരും. ബാബ പറയുന്ന അവസാനം വരും. ജിൻകി ഫൂൽ ജ്യോതി ജഗ്തി ഹെ വോ സത്യഗമേ ആയേഗി. ബാബ പറയുന്ന ആരുടെ ആത്മാവാണോ പൂർണ്ണമായും തെളിയുന്നത്, പ്രകാശിക്കുന്നത്, ബാബ പറയുന്ന ആ ആത്മാക്കളാണ് സത്യുഗത്തിൽ വരിക. പീച്ചെ ദിൻ പ്രത്യേദിൻ കം താക്കത്ത് വാലെ ഹോങ്കെ. അതിനുശേഷം ബാബ പറയുന്ന നമ്പർ വാറായിട്ട് അതിന് ശക്തിഹീനമായിരിക്കുന്നത്, അതായത് ഫസ്റ്റ് ഡിവിഷൻ, സെക്കൻഡ് ഡിവിഷൻ, തേർഡ് ഡിവിഷൻ, അതോ ബാബ പറഞ്ഞ ആ ക്രമസംഖ്യ പ്രകാരമാണ് ആത്മാക്കൾ അവിടെ ജന്മെടുക്കുക. മഹാൻ സൗഭാഗ്യശാലി ഹി അക്യുറേറ്റ് നയി ദുനിയാമേ ആയെങ്കിൽ. അപ്പം ഇവിടെ ബാബ പറയുന്ന ആരാണോ മഹാൻ സൗഭാഗ്യശാലികൾ, അത്തരത്തിലുള്ള ആത്മാക്കൾ പുതിയ ലോകത്തിൽ വരും. രഹനാത്തോ നെയ്യ് മക്കാൻ മേ ചാഹിയേന. അപ്പോൾ ബാബ പറഞ്ഞ ഇത്തരം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, പഴയ വീടായി കഴിഞ്ഞിട്ടാണോ കയറി താമസിക്കേണ്ടത്, അതോ പുതിയതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്, പുതിയ വീട്ടിലല്ലേ നമ്മുടെ താമസം ആരംഭിക്കേണ്ടത്. അതായത് ബാബ പറഞ്ഞ സത്യുഗ ആരംഭത്തിൽ തന്നെ നമ്മൾ വരുന്നവരായിരിക്കേണ്ടേ. 10-12 वर्ष के बाद जाकर रहे, ऐसा कच्चा पुरुष क्यों करना चाहिए? ഒരു 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് സത്യുഗത്തിൽ നമ്മൾ എത്തുന്നെങ്കിൽ ബാബ പറയണ അങ്ങനൊരു പുരുഷാർത്ഥം എന്തിനാ ചെയ്യേണ്ടത്? മമ്മ ബാബ നയി ദുനിയാമി മഹാരാജ മഹാറാണി ബൻതേ തോ ഹം ഭി ക്യൂ നാ ബനെ സർവീസ് കോ ബഡായി. അതായത് നമ്മുടെ മമ്മ ബാബ പുതിയ ലോകത്തിൽ മഹാരാജ മഹാറാണി ആകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ കുട്ടികൾക്കായിക്കൂടാ? അത്തരത്തിലുള്ള സേവനം നമ്മൾ വർദ്ധിപ്പിക്കണം. ബച്ചോക്കായി ക്യാൽ ചലനാ ചായി. അച്ഛനമ്മയെ ഫോളോ ചെയ്ത് അവർക്കൊപ്പം അവർ തുല്യ പദവി നേടണം. അത്തരത്തിലുള്ള ചിന്താഗതി നിങ്ങൾ കുട്ടികളിൽ ഉണ്ടാകണം. അതിനുവേണ്ടി സർവീസ് വർദ്ധിപ്പിക്കണം. ബാബ കേത്തെ മൈ തുംകോ ആജ് ബഹുത് ഗുഹ്യ ബാത്തേ സുനാത്താ ഹൂം. बाप को जान लिया तो जीवन मुक्ति का हकदार तो बन ही जाएगा ना. അപ്പം ഇന്ന് ബാബ മക്കൾക്ക് വളരെ ഗുഹ്യമായിരിക്കുന്നൊരു സത്യമാണ് പറഞ്ഞു തരുന്നത്. ഒരു നിഗൂഢമായ രഹസ്യം ബാബ കേൾപ്പിക്കുകയാണ്. അതായത് ബാബ മനസ്സിലാക്കി തരാണ്, ജീവൻ മുക്തിയുടെ അവകാശം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുക തന്നെ ചെയ്യും. ജ്ഞാൻ ക വിനാശ് തോ ഹോത്താ നഹി. അതായത് ഒരിക്കൽ ജ്ഞാനത്തിൻ്റെ വിത്ത് വധിച്ചിട്ടുണ്ട് എങ്കിൽ ബാബ പറയുന്ന അതൊരിക്കലും നശിക്കുന്നില്ല. കൈ മനുഷ്യത്വ അച്ചി രീതി സമസ്തേ ബി ഹെ. അപ്പോൾ ബാബ പറഞ്ഞു തരുന്നു, ചില കുട്ടികൾക്ക് ഇത് നല്ല രീതിയിൽ ബോധമുള്ള കാര്യമാണ്. ഏത് കാര്യം? ഒരിക്കൽ നമ്മുടെ ഉള്ളിൽ ജ്ഞാനം കയറിയിട്ടുണ്ടെങ്കിൽ ബാബ പറഞ്ഞു തരണം അതൊരിക്കലും നശിക്കില്ല. അവരെത്ര തന്നെ ബാബയെ വിട്ടകന്നു പോയാലും ബാബ പറഞ്ഞ് തിരികെ ഇവിടെ എത്തും. कोई तो कुछ नहीं समझते ऐसे ही देखकर चले जाते. ചില കുട്ടികൾ ബാബയുടെ ജ്ഞാനം മനസ്സിലാക്കും. ചിലർക്ക് ബാബ പറയണ ഇത് എത്ര പറഞ്ഞു കൊടുത്താലും അവർ ജസ്റ്റ് ഒന്ന് വന്ന് കയറി കണ്ട് മനസ്സിലാക്കി അവർ പോകും. कोई कहकर भी जाते कि हम ज़रूर आएंगे. ചിലർ വരും, കുറച്ചൊക്കെ എക്സ്പ്ലനേഷൻ കേൾക്കും, അപ്പോൾ അവർ പറയും നമ്മൾ തീർച്ചയായിട്ടും വരും. പരന്തു മായ ഫിർ ബുലാ ദേത്തി. ഇവിടുന്ന് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ വരലുണ്ടാവില്ല. എന്താ സംഭവിക്കുക? മായ അവരെ പിടികൂടും. മായ ബില്ലി കം നഹീ ഹെ. അതുകൊണ്ട് ബാബ പറയാണ്, മായയാകുന്ന പൂച്ച അത്ര നിസാരക്കാരനല്ല. ഗുൽ ബക്കാവലി കാ ഏക് കേൽ ഭി ദിക്കാത്തെ ഹെ, യേ ഭി മിസാൽ തുമാരെ ലിയേ ഹെ.
बाबा ही समझाते यहाँ तुम आए हो മായ पर जीत पहने जगत जीत बन. അതുകൊണ്ട് ബാബ പറഞ്ഞു തരുന്ന ഇത് അത്തരത്തിലുള്ളൊരു കളിയുടെ പ്രതീകമായിരിക്കുകയാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പോലും മായ ഒരിക്കലും സമ്മതിക്കാറില്ല. അപ്പം അതുകൊണ്ട് ബാബ മനസ്സിലാക്കി തരാണ്, ഇപ്പോഴിവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ മായയുടെ മേൽ വിജയം കൈവരിക്കാനാണ്. ഇസ് पर कहानी बनी हुई है, तुम योग बल में बहुत रहते हो माया पर जीत पाने लिए. അപ്പം ഈ സമയത്ത് നമ്മൾ യോഗബലത്തിൽ ഇരിക്കുന്നത് തന്നെ, യോഗ തപസ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മായയിൽ നിന്നും വിജയികളാകാനാണ്. परंतु माया बिल्ली पासा फिरा देती गुल बका वाले अल्लाह अलाउद्दीन ये इस समय की बातें हैं. अल्लाह ही अलाउद्दीन देवता धर्म की स्थापना करते. അപ്പോൾ ബാബ പറയുന്ന മായയാകുന്ന പൂച്ച നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ എത്ര തന്നെ ബാബയെ ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോഴും അതോ പുരുഷാർത്ഥം ചെയ്യണമെന്ന് സങ്കല്പം വെച്ചാലും, അതായത് മായയാകുന്ന പൂച്ച അതിനെ സമ്മതിക്കാറില്ല, വിഘ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ബാബ പറയുന്ന അലാവുദ്ദീൻ്റെ കഥകളൊക്കെ ഈ സമയത്തിന് നിങ്ങളുടെ തന്നെ കഥകളാണ്. അതായത് അല്ലാഹു ആയിരിക്കുന്ന ബാബ ഈ സമയത്ത് നമ്മൾ കുട്ടികളിലൂടെ എന്ത് ചെയ്യാണ്? ദേവതാധർമ്മത്തെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കഥയുണ്ട്, ഹാത്തുമത്തായി എന്ന് പറഞ്ഞിട്ടൊരു കഥ. അതെല്ലാം ബാബ പറഞ്ഞ ഈ സമയത്തിൻ്റെ സ്മാരക കഥകളാണ്. ബാബാക്കോ നാ യാദ് കർണേസെ മായ ആ ജാതി, അതായത് ബാബയെ ഓർമ്മിച്ചില്ല എങ്കിലും മായ വരും. जो कुछ हो चुका है उनकी बैठ बाद में कहानियाँ बनाते. അപ്പോൾ ബാബ പറയുന്ന മായും മക്കൾ തമ്മിലുള്ള ഓരോ പ്രശ്നങ്ങൾ, വിഘ്നങ്ങൾ, യുദ്ധം, ബാബ പറയുന്ന ഇതൊക്കെ പിന്നീട് എന്തായി കഥകളുടെ രൂപത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. जो होने वाला वो तो कुछ बता नहीं सकते ना. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കഥാരൂപത്തിൽ അവർ എഴുതിയുണ്ടാക്കി. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് എഴുതാൻ പറ്റില്ല, കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല. പാസ്റ്റ് മേ ജോ കുച്ച് ഹുവാ ഉസ്കാ ഡ്രാമ ബനാത്തെ, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നാടക രൂപത്തിലൊക്കെ വന്നിരിക്കുന്നത്. കംസവത്, അമൃത് മന്ഥൻ, കിസം കിസം കെ കേൽ ബനാത്തെ ഹേന, എന്തെല്ലാം കഥകളാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലേ? കംസവധത്തെക്കുറിച്ചും അമൃതത്തെ കളയുന്നതിനെക്കുറിച്ചും ബാപ്പന് എന്തെല്ലാം കളികളും കഥകളാണ് ഉണ്ടാക്കിയത്. വോ ബിച്ചാരെ എനിക്ക് ജാനത്തേക്ക് ബേഹദ് ക ഡ്രാമ ഹെ. പക്ഷെ എഴുതിയവർക്കും അറിയില്ല, വായിച്ചവർക്കും അറിയില്ല ഇതൊക്കെ ഒരു പരിധിയില്ലാത്ത ഡ്രാമയിലുള്ളതാണെന്ന്. തും ജാനത്തെ അനാദി അവിനാശി ഡ്രാമ ഹെ. ഇപ്പോൾ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കി ഇത് അനാദിയായ അവിനാശി ഡ്രാമയാണ്. മനുഷ്യ തോ കുച്ച് ഭി നഹി ജാനത്തെ കി ഡ്രാമ കിത്തനെ വർഷ കാ ഹെ. ഈ ഡ്രാമ അഥവാ ഈ സൃഷ്ടി നാടകം എത്ര വർഷക്കാലം ഉണ്ടാകും എന്നുള്ളത് മനുഷ്യർക്ക് അറിയുന്നില്ല. ബൽക്കേത്തി ഹിസ്റ്ററി റിപ്പീറ്റ് ഹോത്തി പരന്തു സമസ്തേ നഹി. പറയാറുണ്ട് എന്താണ്, ഹിസ്റ്ററി, ജോഗ്രഫി അഥവാ ചരിത്രം ആവർത്തിക്കപ്പെടും എന്നുള്ളത്. പക്ഷെ അതിനെക്കുറിച്ചുള്ള യാതൊരു അറിവും അവർക്കില്ല. बाप किस्म किस्म के राज समझाते कि बुद्धि में ये बैठ फिर हमारा ये अंतिम जन्म बड़ा वैल्युबल है. അപ്പോൾ ബാബ എല്ലാ പ്രകാരത്തിലുള്ള രഹസ്യങ്ങളും മക്കൾക്ക് മനസ്സിലാക്കി തരാണ്. ഇതൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധിയിലുണ്ടായിരിക്കണം. ഏത് കാര്യമാണ് വ്യക്തമായിരിക്കേണ്ടത്? ഇത് നമ്മുടെ അന്തിമ ജന്മമാണ്, വളരെ വാല്യുബിൾ ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളൊന്നും വ്യർത്ഥമായി കളയരുത്. ഹാത്ത്കാരുടെ ദിൽ യാരുടെ ദിൽ തോ ആത്മാമേ ഹേന. അതുകൊണ്ട് ബാബ യുക്തി പറയാണ് എങ്ങനെ സഫലമാക്കണം. കൈകൾ കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടും ബാബയെ ബുദ്ധി കൊണ്ട് ഹൃദയം കൊണ്ട് ഓർമ്മിക്കും. അപ്പോൾ ഹൃദയം എന്ന് പറയുന്നത് ആത്മാവിലാണുള്ളത്. ആത്മാ ഹി കേത്തി മുझे തംഗ് നഹി കറോ, അല്ലേ? ആത്മാവല്ലേ പറയുന്നത് എന്നെ ഉപദ്രവിക്കല്ലേ എന്നു. മേരെ ദിൽ കോ ദുഃഖി നഹി കറോ, എൻ്റെ മനസ്സിനെ ദുഃഖിപ്പിക്കരുത്, വേദന നൽകരുത്. ബുദ്ധി സമസ്തി ജഡ്ജ് കർത്തി യെ ഹംകോ സുഖ് ദേത്ത യെ ദുഃഖ് ദേത്ത. അപ്പോൾ ഹൃദയമാണ് തൊട്ടറിയുന്നത്, വേദനയാണെങ്കിലും സുഖമാണെങ്കിലും. അപ്പോൾ ബുദ്ധി അതിനനുസരിച്ച് മനസ്സിലാക്കുകയും തീർമാനം എടുക്കുകയും ചെയ്യുന്നു. അതായത് ഈ വ്യക്തി എനിക്ക് സുഖം നൽകുന്നു, ഇവരെനിക്ക് ദുഃഖം നൽകുന്നു എന്നത്. ആത്മശരീർ കെ ബിനാ തോ കനാ സക്കെ,
ഇനി ആത്മാവ് അനുഭവം ചെയ്യുന്നത് ശരീരമാധ്യമം ഇല്ലാതെ ഒന്നും പറയാനും പറ്റില്ല. ആത്മാഹി സബ് കുച്ച് സീഖ്തി ഹെ. എല്ലാം പഠിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും എല്ലാം ആരാണ്? ആത്മാ തന്നെ. സംസ്കാര ആത്മാമേ ഭർത്ത. ഇനി സംസ്കാരം നിറയുന്നതും ഏതില? ആത്മാവിൽ തന്നെ. അഭി തുംകോ പരംപിത പരമാത്മ സിഖ്ലാ രഹേ ഹെ. ഇതെല്ലാം പരംപിത പരമാത്മ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തും ജാൻതി ഹോ ബാബ് ജ്ഞാൻ കാ സാഗർ ഹെ പതീത് പാവൻ ഹെ. വോ ഭാരത് കെ ലിയെ സൗഗാത് ലേ ആത്തെ വൈകുണ്ഠയ്ക്ക്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ബാബ ജ്ഞാനസാഗരനാണ്, പതീത പാവനാണ്. അപ്പം ഈ സമയത്ത് ബാബ ഭാരതവാസികളായ കുട്ടികൾക്ക് ഭാരതത്തിന് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്, സമ്മാനം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ത് സമ്മാനം? വൈകുണ്ഠത്തിൻ്റെ. ഇസ്ലേ ഗായ ഹുവാ സർവകി സദ്ഗതി ദാത്ത. അതുകൊണ്ട് തന്നെയാണ് ബാബയ്ക്കുള്ള മഹിമ എന്താ? സർവരുടെ സദ്ഗതി ദാത്ത എന്ന്. ഉൻകാ ബർത്ത് പ്ലേസ് ഭാരത്തെ സോമനാഥ് കാ മന്ദിർ ബി യഹാ ഹി ഹെ. അപ്പോൾ പരമാത്മാവിൻ്റെ ജന്മഭൂമിയും കൂടി ഇത് തന്നെയാണ്, ഭാരതം. സോമനാഥ ക്ഷേത്രം പണിതിരിക്കുന്നതും ഭാരതത്തിൽ തന്നെ. ശിവബാബ ആയാ താ തബ് തോ ഉൻകാ യാദ്ഗാർ മന്ദിർ ബനായ. ശിവബാബ വന്നതുകൊണ്ടല്ലേ ഇപ്പോഴും സ്മാരക ക്ഷേത്രങ്ങൾ പണിതിരിക്കുന്നത്. വോ കബ് ആയേ ക്യാ കർക്കെ ഗയി യേ നഹീ ജാൻതെ. ബാബ വന്നു എന്നതിൻ്റെ തെളിവാണെന്ത്? ക്ഷേത്രങ്ങൾ. പക്ഷേ ബാബ വന്നതെങ്ങനെ, എന്താണ് ചെയ്തു പോയത്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. ലക്ഷ്മി നാരായൺ തേ ഫിർ കഹാ ഗയി ഏ തോടെ ഹി സമസ്തെ. ഇനി ലക്ഷ്മി നാരായണനെ കുറിച്ചാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. ലക്ഷ്മി നാരായൺ ഉണ്ടായിരുന്നു എന്നും അവരെവിടെ പോയി എന്നും ബാബ പറഞ്ഞ ഇതിനെക്കുറിച്ചൊന്നും അവരറിയുന്നില്ല. കി വോ ഈ സമയ പതി ദുനിയാമേ ഹെ. ഇപ്പോൾ നമ്മൾക്കറിയാം ഈ സമയത്ത് അവരും, അതായത് ആ ആത്മാക്കൾ പതീത ലോകത്തിലാണുള്ളത്. സത്തോ പ്രധാനത്തെ ഫിർ ചക്ര ലഗാക്ക് തമോ പ്രധാൻ ബനെ. സംഭവിച്ചത് എന്താണ്? സത്തോ പ്രധാനരായിരുന്നവർ അങ്ങനെ ജന്മചക്രങ്ങളിലൂടെ കടന്ന് തമോ പ്രധാനരായി. നാമരൂപ ദേശകാലം എല്ലാം മാറി. ഹർ ജന്മേ ഫീച്ചേഴ്സ് ബദൽ ജാത്തേ. ഓരോ ജന്മം എടുക്കും തോറും എന്താകുന്നു? അവരുടെ നാമവും രൂപവും കാലോ ദേശമോ എല്ലാത്തിലും എന്താകും? മാറ്റം വരും. ये बना बनाया ड्रामा, इसमें ज़रा भी फ़र्क नहीं पड़ सकता. ഫീച്ചേഴ്സ് एक ना मिले दूसरे से. ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡ്രാമ ആയതുകൊണ്ട് ബാബ പറയുന്നു ഒരിക്കലും അല്പം പോലും വ്യത്യാസം വരുത്താൻ പറ്റില്ല. അതായത് ഒരു ജന്മത്തിൽ ഉണ്ടായിരിക്കുന്ന രൂപം അടുത്ത ജന്മത്തിൽ ഉണ്ടാകാനും സാധ്യമല്ല. ബാബാക്കോ ബച്ചോं पर रहम पड़ता कि बच्चे अपने बाप को जान लेवे. ബാബയ്ക്ക് വളരെയധികം ദയയാണ് തൻ്റെ മക്കളോട്. അതായത് ബാബയ്ക്ക് ഒരു പ്രതീക്ഷയുള്ളൂ, അതായത് എൻ്റെ മക്കൾ എന്നെ തിരിച്ചറിയട്ടെ, അച്ഛനെ തിരിച്ചറിയട്ടെ എന്ന്. മാലം തോ പടുത്താ ഹേ ന ബികെ വൃദ്ധി കോ പാത്തെ രഹേംഗെ ഏക് ദിൻ യേ ബി ആയേഗാ ജോ ഫെറ പെഹൻതെ രഹേംഗെ. അതായത് ബാബ പറഞ്ഞിത്രയാണ്, തിരിച്ചറിയാതെ എവിടെ പോകാനാണ്, ഒരു ദിവസം അച്ഛനെ മനസ്സിലാക്കും. അപ്പോൾ ബാബ പറയണ് ബ്രഹ്മകുമാർ കുമാരിമാർ അഭിവൃദ്ധി നേടിക്കൊണ്ടേയിരിക്കും. ബാബ പറയണ അങ്ങനെ ഒരു ദിവസം വരും, എല്ലാവരും വന്ന് ബാബയ്ക്ക് ചുറ്റും നിൽക്കാൻ തുടങ്ങും. തുമാരി പ്രദർശനി മേ സബ് ആയെങ്കിൽ. ഇപ്പം എല്ലാവരും ബാബ പറയണ വിട്ടു പോകുമെങ്കിലും ബാബ പറയണ എല്ലാവരും നിങ്ങളുടെ എക്സിബിഷൻ കാണാൻ വേണ്ടി വരും. ദിൻ പ്രതിദിൻ നാം ബാല ഹോത്താ ജാത്ത. ഓരോ ദിവസം പോകുന്തോറും എന്താകും? നിങ്ങളുടെ പേര് പ്രസിദ്ധമാകാൻ തുടങ്ങും. ബാബ ഒപ്പീനിയൻ കി ബി കിതാബ് छपवाते थे, वो भी काम में आएगा. ബാബ ആദ്യമേ പറയാറുണ്ട് എക്സിബിഷനൊക്കെ വെക്കുമ്പോൾ, അഥവാ ബാബണ സെൻറ്ററിലാണെങ്കിലും ബാബ പറഞ്ഞു ഒരു ഒപ്പീനിയൻ ബുക്ക് വെക്കണം. ആര് കോഴ്സ് എടുത്ത് വന്നു പോയാലും അഥവാ അത്തരത്തിലുള്ള വലിയ വ്യക്തികൾ വന്നു പോയാലും അവരുടെ ഒപ്പീനിയൻ അതിൽ കുറിച്ച് വെക്കണം. ബാബ പറഞ്ഞ അവസാനം പിന്നീട് അത് ഉപയോഗത്തിന് വരും. ബഹുത്തോങ്കോ ബേജ് ദേനി പടേകി. ബാബ പറഞ്ഞ ഇന്നവർ വന്നു, അവരുടെ അഭിപ്രായം ഇതായിരുന്നു. ബാബ പറഞ്ഞ അനേകർക്ക് നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കാനും പറ്റും. ബച്ചോ ജോ സർവീസേബിൾ ഹെ ഉൻകോ സാരാ ദിൻ ക്യാലത്ത് രഖ്നെ പടുത്താ ഹെ. ബാബ പറഞ്ഞ ആരാണോ സർവീസേബിൾ ആയിരിക്കുന്ന കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരിൽ ഉണ്ടാകണം. വോ ജഡ് ബോലേങ്കെ ബൽ ബി കെ ആക്കർ മിൽ സക്തി ബോല് ഹർത്താൽ കർ രഖ്തേ ഹെ.
वो जट कहेंगे बल बी के आकर मिल सकती है, भूख हड़ताल रखते तो 10-12 दिन के बाद कमज़ोर हो जाता, फिर इतनी बात नहीं कर सकते. അപ്പോൾ ബാബ പറഞ്ഞ ഇത്രയാണ്, നമ്മൾ ഈ തരത്തിൽ പലരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എഴുതി സർവീസാർത്ഥം നമ്മൾ പലർക്കും എത്തിക്കുകയാണെങ്കിൽ അപ്പോൾ ബാപ്പണ് അവർ പെർമിഷൻ തരും. ബ്രഹ്മകുമാരിമാരാണോ വന്നോട്ടെ എന്ന് അവർ പെർമിഷൻ കൊടുക്കും. അപ്പം ഇതുപോലെ ബാബ പറഞ്ഞു തരാണ്, നോക്കൂ ഹർത്താലൊക്കെ അവർ നടത്തുമ്പോൾ 10-12 ദിവസം എന്താണ് പട്ടിണി കിടന്ന് ഹർത്താലൊക്കെ ചെയ്യും. അപ്പോൾ ബാപ്പയുടെ 10-12 ദിവസം തന്നെ ആകുമ്പോൾ ശരീരം മൊത്തം വീക്കാവില്ലേ. അപ്പോൾ ബാബുന് ഫിർ ഇത്തനി ബാത് നഹീ കർ സക്തെ, അപ്പോഴൊന്നും അവർക്ക് അത്ര ശക്തിയും ശേഷിയും ഉണ്ടാവില്ല. तुम्हारी बात को समझेंगे और कहेंगे कि बरोबर जीवन मुक्ति पाने के यही ठीक रास्ता है. അപ്പോൾ ബാബ പറഞ്ഞ ഇത്രയാണ്, ആ ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ കുറച്ചൊക്കെ അവർ മനസ്സിലാക്കാൻ തുടങ്ങും. ശരി തന്നെയാണ്, ജീവൻ മുക്തി നേടാനുള്ള യഥാർത്ഥ വഴിയാണിത്. സർവകാ സദ്ഗതി ദാതാ തോ ഏക് ഹി ബാപ് ഹെ. ബാപ്പന് ഒരു കാര്യം ഉറപ്പാണ്, സർവരുടെ സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബ തന്നെ. ബാക്കി സഭി ഭക്തി മാർഗക്കെ ഗുരു, ഗുരു തോ ബഹുത് ഹോ ഗയേ ന. ബാക്കി ബാബ പറയുന്ന ഭക്തി മാർഗത്തിൽ അനേക ഗുരുക്കന്മാരുണ്ട്. എത്രയധികം ഗുരുക്കന്മാരാണ് എന്നുള്ളത്. സ്ത്രീ കാ പതി ഭി ഗുരു ഹെ, കഥാ സുനാനെ വാലെ കോ ഭി ഗുരു കേത്തെ. ഭാരതത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ച് ഒരു പത്നിക്ക് പതി തന്നെയാണ് ഗുരു. ആരെങ്കിലും ഒരു കഥ കേൾപ്പിച്ചാലും അവരും ഗുരുവായി. യേ സബ് സമജ്നെ കി ബാത്തേ ഹെ. അപ്പോൾ ബാബ പറഞ്ഞ ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബച്ചോ കാ മാതാ ബഹുത് വിശാൽ ഹോനാ ചാഹിയേ സർവീസ് കേ ലിയേ. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞ എങ്ങനെ എവിടെ നമുക്ക് സർവീസ് ചെയ്യാം. അപ്പോൾ സർവീസിനെ കുറിച്ചുള്ള ചിന്തകൾ, അതിനെപ്പറ്റി ചിന്തിക്കാനും വിശാല ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ബാബ കോ യാദ് കർ രാവൺ പർ വിജയ് പാനി ബി ഹെ. ബാബ പറയണ അതോടൊപ്പം ബാബയെ ഓർമ്മിച്ച് രാവണൻ്റെ മേൽ വിജയം നേടുകയും വേണം. ശ്വാസത്തെ പോലും വ്യർത്ഥമായി കളയരുത്. ജോ സമയം ബർബാദ് കർത്തേ രഹത്തെ ഉनको ബേസമജ് കഹാ ജാതാ. അപ്പോൾ ബാബ പറയണ ഇപ്പോഴത്തെ ഈ സംഗമയുഗി ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ മഹത്വം അറിയാതെ ആരാണോ അതിനെ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്, ബാബ പറയണ അവരിനെ ബുദ്ധു എന്ന് പറയും, അറിവില്ലാത്തവരെന്ന് പറയും. ബാബ കഹേംഗെ കിസ്കാ ജീവൻ ഹിരേ ജൈസാ ബനാനെ തും സർവീസ് നഹീ കർത്തേ ഹോ. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ആരുടെങ്കിലും ജീവിതത്തെ വജ്രസമാനമാക്കാനുള്ള സർവീസും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ? കിത്തനാ വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് എനർജി കർത്തേ ഹോ. എത്രയാണ് നിങ്ങൾ സമയത്തെ വ്യർത്ഥാക്കുന്നു, ശക്തിയെ വ്യർത്ഥാക്കുന്നു. കുച്ച് ഭി സമസ്തേ നഹി, ഇസ്ലിയേ പത്തർ ബുദ്ധി കഹാ ജാതാ. ബാബ പറയണ അത്തരത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ ബാപ്പണ് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. അവരെ ബാബ പറയണ് കല്ല് ബുദ്ധിയുള്ളവർ. ഇസ്മേ സാരി യോഗ കി ബാത്ത് പാപ്കോ യാദ് കറോ ഓർ വർഷ ലേ ലോ. ഇവിടെ ബാബ പറയണ യോഗത്തിൻ്റെ സബ്ജക്റ്റാണ് പ്രധാനമായത്. അതായത് ബാബയെ ഓർമ്മിക്കുക, സ്വത്തെടുക്കുക. ഈ അർത്ഥ കബി കോയി സമജ് നാ സക്കേ. ബാബ പറയണ ഇത് പുറമേ ഉള്ളവരോട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. वो तो ब्रह्म को याद करते हैं, അവർ ഓർമ്മിക്കുന്നത് ബ്രഹ്മത്തെയാണ്. तो बाबा कहते मुझे याद करो तो विकम विनाश होंगे. ഇവിടെ ബാബ എന്താ പഠിപ്പിക്കുന്നത്? എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളിലെ വികർമ്മം എന്താകും? ഭസ്മമാകും. ब्रह्म को ये पतित पावन ही क्या? പതീത് പാവൻ തോ പരംപിത പരമാത്മാ ഹെ. ബ്രഹ്മം തത്വമാണ്, അല്ലാതെ ബ്രഹ്മം എന്ന് പറയുന്നത് പതീത പാവനാണോ? അല്ല. പതീത പാവനാരാ? പരംപിത പരമാത്മാ. ബ്രഹ്മ കേസേ ഹോ സക്താ? ബ്രഹ്മത്തെ എങ്ങനെയാണ് പരമാത്മ എന്ന് വിളിക്കാൻ പറ്റുക? അതുകൊണ്ട് ബാബ പറയണ എല്ലാം തെറ്റാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ബച്ചോ കോ ഫിർ ഭി കേത്തെ ബच्चे ടൈം വേസ്റ്റ് നഹീ കറോ. വീണ്ടും ബാബ മക്കളോട് പറയാണ്, കുട്ടികളെ സമയത്തെ വ്യർത്ഥാക്കരുത്. ആ സമയം ബാബയെ ഓർമ്മിക്കുക. ബാബ ജാനത്തെ കൈ ബच्चे ദിൻ രാത് ബഹുത് ടൈം വേസ്റ്റ് കർത്തേ. ബാബയ്ക്ക് അറിയാം അത്തരത്തിലുള്ള കുട്ടികളുണ്ട്, രാവും പകലും തൻ്റെ സമയത്തെ വേസ്റ്റ് ചെയ്യുന്നവർ.
सारा दिन कुछ भी पुरुषार्थ नहीं करते, മുഴുവൻ ദിവസം നോക്കിയ ഒട്ടും പുരുഷാർത്ഥം ചെയ്യാത്ത മക്കളും ഉണ്ട്. बाबा अपना मिसाल भी बताते, भोजन पर बैठते तो भी बाबा को याद करते അല്ലേ. പലപ്പോഴും ബ്രഹ്മ ബാബ അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. അതായത് ഭോജനം കഴിക്കാനിരിക്കുമ്പോൾ ബാബയെ ഓർമ്മിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കാറുള്ളത്. ഹം ദോനോ ഇക്കട്ടെ കാത്തെ ശരീർ മേ ദോ ആത്മായേ ഹേന. അപ്പോൾ ബ്രഹ്മബാബയുടെ അനുഭവം പറയണം, ഒരു ശരീരത്തിൽ 2 ആത്മാവല്ലേ, അപ്പോൾ 2 പേരും ഒരുമിച്ച് കഴിക്കാം എന്നുള്ള സങ്കല്പം, ബാബയെ ഓർമ്മിച്ചുകൊണ്ട് കഴിക്കാം എന്നുള്ള സങ്കല്പം. ये याद करते करते फिर भूल जाता. അപ്പോൾ ബാബ പറഞ്ഞ തുടക്കമൊക്കെ ഒരു ഉരുള കഴിക്കുമ്പോഴൊക്കെ ബാബയെ ഓർമ്മിക്കും. പിന്നീട് എന്താകും, ബാബയുടെ ഓർമ്മ മറന്നു പോകും, മറ്റുള്ള ചിന്തകളിലേക്ക് പോകും. എനിക്ക് ഊപ്പർ ജവാബ്ദാരി ബഹുത്തേന. പക്ഷേ ബാബ പറയണ ബ്രഹ്മ ബാബയ്ക്ക് എത്രമാത്രം ഉത്തരവാദിത്തമാണ്. बहुत ही ख्यालात आते, इसलिए बाबा कहते तुम जास्ती याद में रह सकते हो. അപ്പോൾ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ ശിവബാബ ഉണ്ടായാലും അനേക ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രഹ്മബാബ ആഗ്രഹിച്ചിരുന്നു എല്ലാ സമയത്തും ബാബയെ ഓർമ്മിക്കണം തുടക്ക സമയങ്ങളിൽ. അപ്പോൾ മറ്റുള്ള ചിന്തകളിലേക്ക് ബുദ്ധി പോകുമായിരുന്നു. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാബ പറയണേ നിങ്ങൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബാബയെ ഓർമ്മിക്കാൻ പറ്റും. इनको तो मेहनत करनी पड़ती है. ब्रह्मा बाबा की എത്രയധികം പരിശ്രമിക്കേണ്ടതായി വന്നു. हमेशा समझो शिव बाबा समझाते हैं, उनको याद करो. ब्रह्म को याद करने से शिव बाबा भूल जाएगा. അപ്പോൾ ബാബ പറയുന്ന എപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാകേണ്ടത് എന്താണ്, ശിവബാബയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ശിവബാബയാണ് നമ്മൾ കുട്ടികൾക്ക് ഓരോ കാര്യം മനസ്സിലാക്കി തരുന്നത്. അവരെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. ബ്രഹ്മബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ശിവബാബയെ മറക്കും. ബച്ചോं को पहले तो अपना ही कल्याण करना फिर दूसरे का. അതുകൊണ്ട് ബാബ പറഞ്ഞു തരുന്ന കുട്ടികൾ ആദ്യം സ്വയമിൻ്റെ മംഗളം ചെയ്യണം, എന്നിട്ട് വേണം മറ്റുള്ളവരുടെ മംഗളം ചെയ്യാൻ. കൈ तो ऐसे ही दूसरों का कल्याण करते रहते अपना करते नहीं. ചില കുട്ടികൾ അങ്ങനെയുണ്ട്, മറ്റുള്ളവരുടെ മംഗളം ചെയ്തുകൊണ്ടേയിരിക്കും, സ്വയമിലേക്ക് ശ്രദ്ധയുണ്ടാകാറില്ല. അവരോക്കോ ആപ് സമാൻ ബനാത്തെ ഖുദ് ഫിർ ഗും ഹോ ജാത്തെ വണ്ട ഹേന. മറ്റുള്ളവരെ തന്നെക്ക് സമാനരാക്കി ബാബ പറഞ്ഞ് സ്വയം തന്നെ ബാബയെ വിട്ടുപോകും. ബാബ പറഞ്ഞ് ഇതെന്തൊരു അത്ഭുതം, യബി തും സമസ്തേ ഹോ. ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലേ ബാപ്പണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. തും അനുഭവ ഭി സുനാത്തെ ഹോ और कोई सत्संग आदि में थोड़े ही समझाते. അപ്പോൾ ബാബ പറയണ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾ കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ മറ്റുള്ള സത്സംഗത്തിൽ ബാബ പറയണ ഇങ്ങനെ ഉണ്ടാകണമെന്നില്ല. യഹാ ബി നമ്പർ വാർ ധാരണ ഹോത്തി ഹെ. അപ്പോൾ ബാബ പറയണ ഇവിടെ ധാരണയുടെ കാര്യത്തിൽ നമ്പർ വാറാണ്. ये नॉलेज बुद्धि में धारणा की जाती അല്ലേ. ബാബ പറയണ ജ്ഞാനം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബുദ്ധിയിൽ ധാരണ ചെയ്യണം. गाते ही बरदे जोली, ये नॉलेज तो बुद्धि में भरी जाएगी व जोली में. ഭക്തി മാർഗത്തിൽ ശങ്കറിൻ്റെ മുന്നിൽ പോയി പാടാറുണ്ട്, എൻ്റെ സഞ്ചിയെ നിറച്ച് തന്നാലും. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ജ്ഞാനം ബുദ്ധിയിലാണോ നിറയ്ക്കേണ്ടത് അതോ സഞ്ചിയിലാണോ? पारस बुद्धि और पत्र बुद्धि गाया जाता तुम्हारे जीवन बहुत വാല്യുബിൾ है. അപ്പോൾ ഈ സമയത്ത് ബാബ ജ്ഞാനം നൽകുകയാണ് അല്ലേ. അപ്പോൾ ബാബ പറയുന്ന നല്ല രീതിയിൽ ജ്ഞാനം നേടുന്നവർ സ്വർണ്ണ ബുദ്ധിയുള്ളവരാകും. എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ധാരണയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ ബാബ അവരെന്താ പറയുക, കല്ല് ബുദ്ധിയുള്ളവർ അല്ലേ. അപ്പോൾ ഈ സമയത്താണ് പാരസ് ബുദ്ധിയും പിന്നീട് എന്താ പത്രബുദ്ധികളാകുന്നത്. तुम्हारे ये जीवन बहुत अमूल्य है. വീണ്ടും ബാബ മനസ്സിലാക്കി തരാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ജീവിതം വളരെ അമൂല്യമാണ്. इसमें पुरुषार्थ की बहुत ज़रूरत है. അപ്പോൾ ബാബ പറയണ ഇപ്പോൾ വളരെയധികം പുരുഷാർത്ഥം ചെയ്യേണ്ട ആവശ്യമുണ്ട്. गृहस्थ हार में रहकर सब कुछ करना സർക്കംസ്റ്റൻസ് देके जाते. അപ്പോൾ ബാബ പറയണ ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളെല്ലാം ചെയ്യണം. പിന്നെ ബാബ ഇടയ്ക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ബാബ എന്താണോ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യണം. ബൽ കുമാർ ഹേ ദേഖാ ജാത്ത സർവീസ് അച്ചി കർ സക്തേ തോ ചുടാ ബി ലേത്തെ ഹെ. അതായത് ബാബ നോക്കും, കുമാരനാണ്, നല്ല രീതിയിൽ സർവീസ് ചെയ്യാൻ പറ്റും എന്ന് ബാബ മനസ്സിലാക്കിയാൽ ബാബ എന്ത് ചെയ്യും, പതുക്കെ
ജോലിയിൽ നിന്നും അഥവാ വീട്ടിൽ നിന്നും അവരെ വേർപ്പെടുത്തും, അതായത് സറണ്ടർ ആക്കും. ഹരേക്ക് ക സർക്കംസ്റ്റൻസ് ദേക്ക് ഫിർ റായ് ദി ജാത്തി ന. അതുപോലെ എല്ലാവർക്കും ബാബ പെർമിഷൻ നൽകുന്നില്ല. ബാബ ചില കുട്ടികളുടെ സാഹചര്യങ്ങളൊക്കെ നോക്കും. അവരുടെ പുരുഷാർത്ഥമാണെങ്കിലും യജ്ഞത്തോടുള്ള അവരുടെ ഡെഡിക്കേഷൻ ആണെങ്കിലും ബാബയോടുള്ള സ്നേഹമാണെങ്കിലും ബാബ ത്രികാലദർശിയായിട്ട് നോക്കും. അതിനുശേഷം ബാബ പറയണേ ഞാൻ ഡയറക്ഷൻ കൊടുക്കാറുള്ളൂ. സർജൻ നബ്ജ് ദേഖ്നെ ബിന റായ് ദേ നാ സക്കേന. ബാബ പറയണ സർജൻ ഏതുപോലെ നാടി നോക്കാതെ ഒരിക്കലും അതിനുള്ള ഔഷധം കൊടുക്കാറില്ല. അതുപോലെ തന്നെയാണ് യഹ്യ അവിനാശി സർജൻ. അതുപോലെ ബാബ ആരാണ്? അവിനാശി സർജനാണ്. ആത്മാക്കോ മൻ മനാഭവ ഇഞ്ചക്ഷൻ ലഗാത്തേ ഹെ. അപ്പോൾ ബാബ പറയണ ആത്മാവിന് മന്മനാഭവത്തിൻ്റെ ഇഞ്ചക്ഷനാണ് ബാബ നൽകുന്നത്. അപ്പോൾ ബാബയ്ക്കറിയാലോ ഓരോ കുട്ടികൾ എങ്ങനെയുള്ളതാണ്, ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, യജ്ഞത്തിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ബാബയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആധാരത്തിൽ നിമിത്തമായവർക്ക് അതിൻ്റെ ടച്ചിങ് ഉണ്ടാകും. അപ്പോൾ ഒരു എസ് എന്ന് പറയും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബാബ പറയണേ ഇൻകാ ഏക് ഇഞ്ചക്ഷൻ ഹേ ജോ 21 ജന്മ കെ ലിയേ അവ ഹെൽത്തി ബനാ ദേത്ത. അവിനാശി സർജനായിരിക്കുന്ന ബാബയുടെ ഒരു ഇഞ്ചക്ഷനിലൂടെ 21 ജന്മങ്ങളോളം നമ്മൾ എന്തായി മാറും? എവർ ഹെൽത്തി ആയിട്ട് മാറും. പ്രജാപിത ബ്രഹ്മാക്കെ കിത്തനെ ഡേർ ബച്ചേ കിത്തന ബഹുത്ത് ബഡാ ഗൃഹസ്ഥി ഹെ. നോക്കൂ, പ്രജാപിത ബ്രഹ്മാവിന് എത്രയധികം മക്കളുണ്ട്. അതുകൊണ്ട് ബ്രഹ്മബാബയാണ് ഏറ്റവും വലിയ ഗൃഹസ്ഥി. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞ ഇത് പരിധിയില്ലാത്ത ഗൃഹസ്ഥ വ്യവഹാരമാണ്. യേ ശിവബാബ കരത്തേന തോ കിത്തനി ആംദാനി ഹോത്തി. നോക്കൂ, ബ്രഹ്മബാബ ഈ ശരീരം ശിവബാബയുടെ രഥമാണ്. അപ്പോൾ ബ്രഹ്മബാബയ്ക്ക് എത്രമാത്രം സമ്പാദ്യം ഉണ്ടാകും? ബാബ കേത്തെ മൈ ഇസ് രത്ത് മേ ബൈറ്റ് നോളജ് ദേത്താ ഹൂ നഹി തോ കൈസേ ദൂംഗാ. ബാബ പറയണ ഞാൻ ഈ രഥത്തിൽ ഇരുന്നു കൊണ്ടാണ് മക്കൾക്ക് ജ്ഞാനം നൽകുന്നത്. അല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഞാൻ ജ്ഞാനം നൽകുക? कृष्ण तो होता ही है सत्युगादि में, वही आत्मा सवारी बनती है तो इनके बहुत जन्मों के अंत में प्रवेश करता हूँ. അപ്പോൾ ബാപ്പണ് ശ്രീകൃഷ്ണൻ്റെ ആ രൂപത്തിൽ ഉണ്ടാകുന്ന സത്യുഗത്തെ ആരംഭത്തിലാണ്. ആ ആത്മാവ് സവാരി ചെയ്ത് 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 ബാപ്പണ് ആ ആത്മാവിൻ്റെ അന്തിമ ജന്മത്തിൽ അന്തിമ സമയത്തിലാണ് ബാബ പ്രവേശം ചെയ്യുന്നത്. ഇസ്ലിയെ ഭാഗ്യശാലി രഥ ഗായ വാ. അതുകൊണ്ട് ഈ രഥത്തിന് പേരെന്താണ്? ഭാഗ്യശാലി രഥം അതോ ഭാഗീരഥം എന്ന മഹിമയും കൂടിയുണ്ട്. അപ്പോൾ ബ്രഹ്മബാബ തൻ്റെ ശ്വാസം, സങ്കല്പം, അതുപോലെ തൻ്റെ ശരീരം, സമ്പത്ത് എല്ലാം A to Z എന്ത് ചെയ്തു? സഫലാക്കി. അതുകൊണ്ട് നമ്പർ 1 ആയി അല്ലേ. അതുപോലെ ബാബ പറയാണ് ഈ ജന്മത്തിന്, ഈ ജീവിതത്തിന്, ഈ സമയത്തിന്, നമ്മുടെ ഓരോ ശ്വാസത്തിന് എന്തുണ്ട്? അത്രയധികം മൂല്യമുണ്ട്. അതുകൊണ്ട് ബാബ പറഞ്ഞു തരുന്ന ഒരു സെക്കൻഡ്, ഒരു നിമിഷം, ഒരു ശ്വാസം പോലും നമ്മൾ എന്ത് ചെയ്യരുത്? വ്യർത്ഥാക്കരുത്. अच्छा, मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. ओम शांति. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ്. ധാരണയ്ക്ക് ബാബ ഒന്നാമത്തെ പോയിന്റിൽ പറയാണ് अपना तथा दूसरों का जीवन हीरे जैसा बनाने की सेवा करते रहना. സ്വയം തൻ്റെയും അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തെയും, സ്വയം തൻ്റെയും അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തെയും വജ്രസമാനമാക്കുന്ന സേവനം ചെയ്യണം. വജ്രസമാനമാക്കുന്ന സേവനം ചെയ്യണം. टाइम मनी एनर्जी बर्बाद नहीं करना. സമയം, ധനം, ശക്തി ഇവയെ ഒരിക്കലും വ്യർത്ഥമാക്കരുത്. അനാവശ്യമായി ചെലവാക്കരുത്. സമയം,
ധനം, ശക്തി ഇവയെ വ്യർത്ഥമായി അനാവശ്യമായി ചെലവാക്കരുത്. 2. दूसरों का कल्याण करने के साथ साथ अपना भी कल्याण करना. മറ്റുള്ളവരുടെ മംഗളം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്വയം തൻ്റെയും മംഗളം ചെയ്യണം. സ്വയമിൻ്റെയും മംഗളം ചെയ്യണം. മറ്റുള്ളവരുടെ മംഗളം ചെയ്യുന്നതിനോടൊപ്പം തൻ്റെ തന്നെ മംഗളം ചെയ്യണം. बुद्धि रूपी झोली में ज्ञान रत्न धारण कर दान भी करना है. ബുദ്ധിരൂപി സഞ്ചിയിൽ ജ്ഞാനരത്നങ്ങളെ ധാരണ ചെയ്ത് ബുദ്ധിരൂപി സഞ്ചിയിൽ ജ്ഞാനരത്നങ്ങളെ ധാരണ ചെയ്ത് ദാനവും ചെയ്യണം. ധാരണയും ചെയ്യണം, ദാനവും ചെയ്യണം. वरदान. प्रारब्ध की इच्छा को त्याग अच्छा पुरुषार्थ करने वाले श्रेष्ठ पुरुषार्थी भव. പ്രാരബ്ധത്തിൻ്റെ ഇച്ഛയെ ഒഴിവാക്കി, അതായത് നേട്ടത്തിൻ്റെ പ്രാപ്തിയുടെ ഇച്ഛകളെ ഉപേക്ഷിച്ച് ത്യാഗം ചെയ്ത് നല്ല പുരുഷാർത്ഥം ചെയ്യുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥിയായി ഭവിക്കൂ. പ്രാരബ്ധത്തിൻ്റെ ഇച്ഛകളെ ത്യാഗം ചെയ്ത് ഉത്തമ പുരുഷാർത്ഥം ചെയ്യുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥിയായി ഭവിക്കൂ. विशदीकरण. श्रेष्ठ पुरुषार्थी उन्हें कहा जाता जो पुरुषार्थ की प्रारब्ध को भोगने की इच्छा नहीं रखते. ആരാണോ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തി അതോ പ്രാരബ്ധങ്ങളെ അനുഭവിക്കണം എന്ന് ഇച്ഛ വയ്ക്കാത്തത്, ആരാണോ പുരുഷാർത്ഥത്തിൻ്റെ പ്രാരബ്ധത്തെ ഭോഗിക്കണം എന്ന് ഇച്ഛ വയ്ക്കാത്തത് അവരാണ് ശ്രേഷ്ഠ പുരുഷാർത്ഥി. അവരാണ് ശ്രേഷ്ഠ പുരുഷാർത്ഥി. जहाँ इच्छा है वहाँ स्वच्छता कम हो जाती है और सोचता सोचने वाले बन जाते. എവിടെയാണോ ആഗ്രഹങ്ങൾ ഇച്ഛ ഉണ്ടാകുന്നത് അവിടെ സ്വച്ഛത ഇല്ലാതാകും. അവിടെ സ്വച്ഛത ഇല്ലാതാകും. പകരം ചിന്തിക്കുന്നവരായി മാറും. പകരം ചിന്തിക്കുന്നവരായി മാറും. സ്വച്ഛത, ശുദ്ധത നമ്മളിൽ നഷ്ടപ്പെടും, പവിത്രത നഷ്ടപ്പെടും. जो यहाँ ही प्रारब्ध भोगने की इच्छा रखते वो अपनी भविष्य कमाई जमा होने में कमी कर देते. ആരാണോ ചെയ്യുന്ന പുരുഷാർത്ഥത്തിൻ്റെ പ്രാരബ്ധം ഇവിടെ തന്നെ ഭോഗിക്കണം എന്ന് ഇച്ഛ വയ്ക്കുന്നത്, ആരാണോ ഇവിടെ ചെയ്ത പുരുഷാർത്ഥത്തിൻ്റെ പ്രാരബ്ധം ഇവിടെ തന്നെ ഭോഗിക്കണം എന്ന് ഇച്ഛ വയ്ക്കുന്നത് അവർ തൻ്റെ ഭാവിയിലേക്കുള്ള സമ്പാദ്യം സ്വരൂപിക്കുന്നതിൽ, അവർ തൻ്റെ ഭാവിയിലേക്കുള്ള സമ്പാദ്യം സ്വരൂപിക്കുന്നതിൽ പരാജയപ്പെടും അഥവാ കുറവ് സംഭവിക്കും. इसलिए इच्छा के बजाय अच्छा शब्द याद रखो. അതുകൊണ്ട് ഇച്ഛ എന്നതിന് പകരം നല്ലത് എന്ന ശബ്ദം ഓർമ്മയിൽ വയ്ക്കും.
ഇച്ഛ എന്നതിന് പകരം നല്ലത് എന്ന ശബ്ദത്തെ ഓർമ്മ വയ്ക്കും. श्रेष्ठ पुरुषार्थी सदा फ्लॉलेस बनने का पुरुषार्थ करते. ശ്രേഷ്ഠ പുരുഷാർത്ഥികൾ സദാ യാതൊരു കറയുമില്ലാത്ത അവസ്ഥയിലേക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യും. ശ്രേഷ്ഠ പുരുഷാർത്ഥികൾ സദാ തന്നിൽ യാതൊരു വിധത്തിലുള്ള കുറവുകളും കറ ഇല്ലാതിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യും. किसी भी बात में फेल नहीं होते. അവർ ഏതൊരു കാര്യത്തിലും ഒരിക്കലും തോൽക്കുകയില്ല. ഏതൊരു കാര്യത്തിലും ഒരിക്കലും അവർ തോൽക്കുകയില്ല. അപ്പോൾ ഇവിടെ തന്നെ പ്രാലബ്ധം ഭോഗിക്കണം. അതായത് ചിലർ പറയില്ലേ, ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്ഥാനം, മാനം, പേര്, പ്രശസ്തി ഒക്കെ അവർ ആഗ്രഹിക്കും. അവരെന്ത് ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും ഇന്നത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു കാര്യം ചെയ്യണം. പുരുഷാർത്ഥം പറയുമ്പോൾ എല്ലാം അതിൽ ഉൾപ്പെടും അല്ലേ? അപ്പം അങ്ങനെ ഒരു ഇച്ഛയും വെക്കാതെ പുരുഷാർത്ഥം ചെയ്യുന്നവരാണ് നല്ല പുരുഷാർത്ഥികൾ. അപ്പം ഇവിടെ തന്നെ നമ്മൾ ചെയ്ത പുരുഷാർത്ഥത്തെ ഇവിടെ തന്നെ പ്രാലബ്ധം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്താകും? ഭാവിയിലേക്കുള്ള അക്കൗണ്ട് എന്താകും? മൈനസ് മൈനസ് ആകും. स्लोगन, साधन कमल पुष्प बनकर यूज करो क्योंकि ये आपके कर्म योग का फल है. സാധനങ്ങളെ കമലപുഷ്പ സമാനരായിരുന്നു കൊണ്ട്, സാധൻ കമലപുഷ്പ സമാനരായിരുന്നു കൊണ്ട് അതിനെ ഉപയോഗിക്കുക. കാരണം ഇതെല്ലാം തന്നെ നിങ്ങളുടെ കർമ്മയോഗത്തിൻ്റെ ഫലമാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ കർമ്മയോഗത്തിൻ്റെ ഫലമാണ്. ഈ സ്ഥൂലമായ സാധനങ്ങളെല്ലാം തന്നെ എന്താണ്? നമ്മളുടെ കർമ്മയോഗത്തിൻ്റെ ഫലമാണ്. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞ താമര പുഷ്പ സമാനമായിരുന്നു കൊണ്ട്, എല്ലാത്തിനും ഡിറ്റാച്ച് ആയിരുന്നു കൊണ്ട് എല്ലാ സാധനങ്ങളെയും നിങ്ങൾ ഉപയോഗിക്കാം. അച്ഛാ, ഓം ശാന്തി. അതുകൊണ്ട് ഇന്നത്തെ ബാബയുടെ പുരുഷാർത്ഥത്തിൻ്റെ പോയിന്റ് വളരെ ശ്രേഷ്ഠമാണ്. ഓരോ ശ്വാസത്തെയും സഫലമാക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ നൽകേണ്ട ആവശ്യമുണ്ട്. ഓം ശാന്തി. में